അപ്പൊ നമ്മൾ ഡൽഹി എന്നുള്ള ലെസണിലെ 3 ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിട്ടുണ്ട്. 4ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ അമർ ജവാൻ ജ്യോതി? റൈറ്റ് ഡൗൺ ദ ക്വസ്റ്റ്യൻ ഓൾ ഓഫ് യു. Fourth question. Fourth one. Okay. What is the significance of the Amar Jawan Jyoti? Answer. ഇപ്പോ എല്ലാരും വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. എഴുതാ the Amar Jawan Jyoti Amar Jawan Jyoti is lit lit at the India Gate, India Gate, INDIA, India Gate, GAT, India Gate. Here, HERE, here the fire burns. Here the fire, FIRE, fire burns. Here the fire burns continuously, CONTINUOUSLY, continuously. Here the fire burns continuously. Here the fire burns continuously, CONTINUOUSLY, continuously. In memory of those who sacrificed, SACRIFICED, sacrificed their lives, their lives for our country, നമ്മുടെ കൺട്രിക്ക് വേണ്ടി വീരമൃത്യു വരിച്ച ധീര ജവാന്മാരുടെ സ്മരണയ്ക്ക് വേണ്ടിയാണ് അവിടെ ലൈറ്റ് എപ്പോഴും കത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? സാക്രിഫൈസ്ഡ് their lives for our country, OUR for our country. Then last question, 5th one. Why is Delhi called a mini India? Why is Delhi called a mini India? Why is Delhi called a mini India?
എഴുതാ. In Delhi, D-E-L-H-I, in Delhi, we can meet ഒരു മിനിറ്റ് ഷോർട്ട് ആക്കി തരാം, കുറച്ച് കുഞ്ഞതായിട്ട് തരാം കേട്ടോ. ഒരുപാട് ആൻസർ ഉണ്ട്, അത് കുറച്ച് തരാം മക്കൾക്ക്. എഴുതാ. എഴുതാ. Many people, M-A-N-I-N-Y, many people live and work in Delhi. Many people live and work in Delhi. They speak different languages and celebrate their own festivals. So Delhi is called mini India. Delhi is called mini India. Okay. അതായത് ഡൽഹിയിലെ പല ലോകത്തിൽ നിന്ന് പല ഭാഗത്തു നിന്നും ആൾക്കാർ ഡൽഹിയിൽ വരുന്നുണ്ട്, അവിടെ താമസിച്ച് അവിടെ ജോലി ചെയ്യുന്നു. അവർ പലതരത്തിലുള്ള ലാംഗ്വേജ് സംസാരിക്കുന്നു അല്ലെ. കർണാടകയിൽ നിന്ന് വന്നവര്, പിന്നെ ആന്ധ്രയിൽ നിന്ന് വന്നവര്, തമിഴ്നാട്ടിൽ വന്നവര്, കേരളത്തിൽ നിന്ന്, അങ്ങനെ ഒരുപാട് സ്റ്റേറ്റ്സിൽ നിന്ന് പല ആൾക്കാർ അവിടെ വരുന്നുണ്ട്. അവരുടെയൊക്കെ ലാംഗ്വേജ് ഡിഫറെന്റ് ആണ് അല്ലെ. കേരളത്തിൽ നിന്നുള്ളവർ മലയാളം സംസാരിക്കും, തമിഴ്നാട്ടിലുള്ളവർ തമിഴ് സംസാരിക്കും. അങ്ങനെ ഓരോ സ്റ്റേറ്റിൽ വരുന്നവർ ഡിഫറെന്റ് ലാംഗ്വേജസ് ആണ് സംസാരിക്കുക. അതുകൊണ്ട് അവരവിടെ താമസിക്കുന്നു, പല ലാംഗ്വേജ് സംസാരിക്കുന്നു, അവരുടേതായ ഫെസ്റ്റിവൽസ് ഒക്കെ അവിടെ ആഘോഷിക്കുന്നു. അതുകൊണ്ട് ഡൽഹി എന്ത് പറയുന്നു? ഡൽഹി ഈസ് കോൾഡ് മിനി ഇന്ത്യ എന്ന് പറയുന്നു. ഓക്കെ, എഴുതിയോ മക്കളെ? ഷഹ്മ എഴുതിയ മോളെ? ഷഹ്മ ഓക്കെ. എഴുതാത്തവരാരാ ഇനി ഉള്ളത്? ആരോൺ എഴുതിയോ? ആരോൺ, റിലു, ഏഞ്ചൽ, നിഹാര, ആരാധ്യ, ഷഹ്മ, ടോഷിൻ, അജ്സൽ, ശരിയോ? ജുവൽ ആൻഡ് ജോമൽ, സെൽന,
എഡ്വിൻ, നിത, ജോയൽ, ഫവാസ്, അലൻ മാത്യു ദിലീപ്, ജെവിൻ ജേക്കബ്, സിദ്ധാന്ത്, പിന്നെ ആരായിരുന്നു, മുഹമ്മദ് കെയ്സ്. എഴുതി കഴിഞ്ഞോ? എല്ലാവരും ക്യാമറ ഓൺ ചെയ്തേ. എഴുതി കഴിഞ്ഞതാണോ മക്കളെ? കഴിഞ്ഞു അല്ലേ? വെരി ഗുഡ്. ഓക്കെ, മിസ് ഇത് കളയാണേ. ഇപ്പൊ എല്ലാ കുട്ടികളും എഴുതി. അടുത്ത ലെസൺ, നെക്സ്റ്റ് ലെസൺ എടുത്ത് എല്ലാവരും നോട്ട് മടക്കി വെക്കുക. ഓൾ ഓഫ് യു ക്ലോസ് യുവർ നോട്ട്ബുക്ക് ആൻഡ് ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. നെക്സ്റ്റ് ലെസൺ Mumbai. All of you take the next lesson Mumbai. Close your notebook and keep in your bag. അതും ഡൽഹി പോലെ കുറെ പഠിക്കാനുണ്ട് കേട്ടോ. മുംബൈനെ കുറിച്ചും ഒരുപാട് പഠിക്കാനുണ്ട്, ശ്രദ്ധിക്ക. വായിക്കട്ടെ മിസ്, വായിക്കട്ടെ. Okay. Next, fifth lesson, Mumbai. Mumbai is the capital of Maharashtra. Earlier, it was known as Bombay. The city is situated on the west coast of India. It faces the Arabian Sea. Many years ago, Mumbai was a group of 7 islands. Later, these islands were connected with each other to form the city of Mumbai. മുംബൈനെ കുറിച്ച് കേട്ടിട്ട് ആർക്ക് മുംബൈയിൽ പോയിട്ടുണ്ട്? ആരെങ്കിലും മുംബൈയിൽ പോയവരാരൊക്കെയാ? മുംബൈയിൽ പോയിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല അല്ലേ? കഴിഞ്ഞ ദിവസം റിലു എവിടെയാ? റിലു ടൂർ പോയിട്ടുണ്ടായിരുന്നു, വയനാടോ? യെസ്. അപ്പൊ മുംബൈ നോക്ക്, മുംബൈ എന്ന് പറയുന്നത്, മുംബൈ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് മഹാരാഷ്ട്ര. ഏതിന്റെ ക്യാപിറ്റലാണ് മുംബൈ? എന്താ അലനെ? ഞാൻ ചെറുതായിരുന്നപ്പോ പോയിട്ടുണ്ട്. അതെ അല്ലേ? ഗുഡ്. ടൂർ പോയതാ? ഓക്കെ. അപ്പൊ മുംബൈ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് മഹാരാഷ്ട്ര. ഏർലിയർ ഇറ്റ് വാസ് നോൺ ആസ് ബോംബെ. ഏതിന്റെ ക്യാപിറ്റലാണ് മുംബൈ? മുംബൈ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ ആണ് മുംബൈ. മുംബൈയുടെ പഴയ പേരെന്തായിരുന്നു അറിയോ? ഏർലിയർ മുംബൈ നോൺ ആസ് ബോംബെ. മുംബൈനെ പണ്ട് അറിഞ്ഞിരുന്നു. കുറച്ചുനാൾ മുംബൈ വരെ മുംബൈ എന്ന് പറയുന്നത് ഏതിനായിരുന്നു? ബോംബെ ആയിരുന്നു. ബോംബെ എന്നായിരുന്നു മുംബൈയുടെ പഴയ പേര്. The city is situated on the west coast of India. ഇന്ത്യയുടെ വെസ്റ്റ് കോസ്റ്റില് പടിഞ്ഞാറ് ഭാഗത്താണ് ഏതുള്ളത്? പടിഞ്ഞാറേ തീരത്താണ് ഏതുള്ളത്? മുംബൈ സ്ഥിതി ചെയ്യുന്നത്. It faces Arabian Sea. അറേബ്യൻ സീയോട് ഫേസ് ചെയ്തിട്ടാണ് ഏത്? മുംബൈ ഉള്ളത്. Many years ago, Mumbai was a group of 7 islands. കുറെ നാളെ മുമ്പ് മുംബൈ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് 7 islands, ഒരു 7 ദ്വീപുകൾ ചേർന്നതായിരുന്നു ഏത്? മുംബൈ ഉണ്ടായിരുന്നത്. These islands were connected with each other to form the city of Mumbai. അങ്ങനെ 7 ദ്വീപുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? മുംബൈ ഉണ്ടായിരുന്നത്. ഒന്നുകൂടെ മിസ് പറയാം. മുംബൈ is the capital of Maharashtra. Mumbai is the capital of Maharashtra. And this Mumbai early known as Bombay. മുംബൈയുടെ പഴയ പേരെന്തായിരുന്നു? മുംബൈയുടെ പഴയ പേരെന്തായിരുന്നു? ബോംബെ. Bombay is the old name of Mumbai. Then this Mumbai is situated on the west coast of India. ഇന്ത്യയുടെ ഏത് ഭാഗത്താ? കിഴക്കിലാണോ? എവിടെയാ? വെസ്റ്റ് കോസ്റ്റിലാണ് ഏതുള്ളത്? മുംബൈ അല്ലെ? മുംബൈ is situated on the west coast of India. ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്താണ് മുംബൈ സ്ഥിതി ചെയ്യുന്നത്. It faces Arabian Sea. അറേബ്യൻ സീയോട് മുഖം തിരിഞ്ഞ്, അറേബ്യൻ സീനെ ഫേസ് ചെയ്തിട്ട് പടിഞ്ഞാറ് വശത്താണ്, ഇന്ത്യയുടെ പടിഞ്ഞാറ് വശത്തായിട്ടാണ് മുംബൈ സ്ഥിതി ചെയ്യുന്നത്. മാത്രല്ല
മുംബൈ വാസ് എ ഗ്രൂപ്പ് ഓഫ് 7 ഐലൻഡ്സ്. മുംബൈ എന്ന് പറയുന്ന ഒരു 7 ദ്വീപുകൾ ചേർന്നതായിരുന്നു. 7 ഗ്രൂപ്പ് ഓഫ് 7 ഐലൻഡ്സ്. മുംബൈ വാസ് എ ഗ്രൂപ്പ് ഓഫ് 7 ഐലൻഡ്സ്. ലേറ്റർ ദീസ് ഐലൻഡ്സ് വർ കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ. അതിനുശേഷം ഈ 7 ഐലൻഡും പരസ്പരം കണക്ട് ചെയ്തിട്ട് എന്തുണ്ടാക്കി? ഓ ദ സിറ്റി ഓഫ് മുംബൈ. മുംബൈ നഗരം ഉണ്ടായി. അപ്പൊ മുംബൈയുടെ പഴയ പേര് ബോംബെ എന്നാണ്. മുംബൈയുടെ ക്യാപിറ്റൽ ഏതാ? മുംബൈ ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ഏതിന്റെ ക്യാപിറ്റലാ മുംബൈ? മഹാരാഷ്ട്ര. മുംബൈ ഇസ് ദ ക്യാപിറ്റൽ ഓഫ് മഹാരാഷ്ട്ര. മറക്കുവോ ഇനി മറക്കുവോ? വിച്ച് ഇസ് ദ ക്യാപിറ്റൽ ഓഫ് മഹാരാഷ്ട്ര? മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ ഏതാ? മുംബൈ. വാട്ട് ഇസ് ദ ഓൾഡ് നെയിം ഓഫ് മുംബൈ? പഴയ പേരെന്താ? ബോംബെ. ഇന്ത്യയുടെ ഏത് സൈഡിലാ മുംബൈ ഉള്ളത്? കിഴക്കാണോ, പടിഞ്ഞാറാണോ, വടക്കാണോ, തെക്കാണോ, ഈസ്റ്റിലാണോ, നോർത്തിലാണോ, വെസ്റ്റിലാണോ, സൗത്തിലാണോ? മുംബൈ സിറ്റുവേറ്റഡ് ഓൺ ദ വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ അല്ലെ? വെസ്റ്റ് കോസ്റ്റിലാണ്. ഓക്കെ മക്കളെ, നെക്സ്റ്റ് പാരഗ്രാഫ് ശ്രദ്ധിക്കണേ. All the important offices of the Maharashtra state government are in Mumbai. The governor, the chief minister, and the other ministers live here. Mumbai is also an important port. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്? മുംബൈ is the capital of Maharashtra. മഹാരാഷ്ട്രയാണ് മുംബൈയുടെ ക്യാപിറ്റൽ. മുംബൈ ക്യാപിറ്റൽ ഏതിന്റെ? മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ ആണ് മുംബൈ എന്ന് നമ്മൾ പറഞ്ഞു. All the important cities of the Maharashtra state government. മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെ വലിയ വലിയ ഇമ്പോർട്ടന്റ് സിറ്റീസ് ഒക്കെ എവിടെയാണ്? മുംബൈയിലാണ്. മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെ ഓഫീസസ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. അതായത് ഗവർണർ, മഹാരാഷ്ട്രയുടെ ഗവർണർ, മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ, അല്ല മഹാരാഷ്ട്ര മറ്റുള്ള മിനിസ്റ്റേഴ്സ്, ഇവരൊക്കെ എവിടെയാ താമസിക്കുന്നത്? മുംബൈയിലാണ്. മുംബൈ ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടന്റ് പോർട്ട്. മുംബൈയിൽ എന്തുണ്ട്? ഒരു തുറമുഖം ഉണ്ട്. ഒരു പ്രശസ്തമായ തുറമുഖവും മുംബൈയിലുണ്ട്. അപ്പൊ ഒന്നുകൂടെ പറയാം. ഇമ്പോർട്ടന്റ് സിറ്റീസ് ഓഫ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ ഇമ്പോർട്ടന്റ് ഓഫീസസ്, മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെ ഓഫീസസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണല്ലേ? ആരൊക്കെയുള്ളത് അവിടെ? ഏതൊക്കെ ഓഫീസർമാരുണ്ട് അവിടെ? നമ്മുടെ ഗവർണർ, മഹാരാഷ്ട്രയുടെ ഗവർണറ്, മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി, മഹാരാഷ്ട്രയുടെ മറ്റുള്ള മന്ത്രിമാര്, ഇവരൊക്കെ താമസിക്കുന്നത് മുംബൈയിലാണ്. ഓക്കെ മനസ്സിലായോ? നെക്സ്റ്റ് പാരഗ്രാഫ്. The climate of Mumbai is warm and humid in summers. It is not very cold in winters. It rains heavily from June to September. മുംബൈയുടെ കാലാവസ്ഥ, മുംബൈയിൽ എങ്ങനെയുള്ള കാലാവസ്ഥയാ? Climate of Mumbai is warm and humid in summers. Summer season ആയാലേ, വേനൽക്കാലത്ത് warm and humid atmosphere ആണ് മുംബൈയിൽ. മാത്രല്ല it is not very cold in winters. തണുപ്പ് കാലമായി കഴിഞ്ഞാല് തണുപ്പുണ്ടോ? ഇല്ല, വലിയ തണുപ്പൊന്നും അവിടെ ഇല്ല. തണുപ്പ് കാലത്തും വലിയ തണുപ്പൊന്നും മുംബൈയിൽ ഇല്ല. മാത്രല്ല അവിടെ എപ്പോഴാ മഴ ലഭിക്കുക? rains heavily from June to September. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 4 മാസങ്ങളിലാണ് അവിടെ നല്ല മഴക്കാലം. മനസ്സിലായോ? കൂടെ പറയാം. Climate of Mumbai is warm and humid in summers. It is not very cold in winters. വിന്റർ സീസണിൽ തണുപ്പ് കാലത്ത് അവിടെ നല്ല തണുപ്പൊന്നുമില്ല, വലിയ തണുപ്പൊന്നുമില്ല. അവിടെ മഴ ലഭിക്കുന്നത് ജൂൺ ടു സെപ്റ്റംബർ. ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ ഈ 4 മാസങ്ങളിലാണ് അവിടെ മഴക്കാലം. മനസ്സിലായോ? പൊന്നു മക്കളെ, നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി. Next one. There are many factories in Mumbai. Most of these are textile mills. Other factories make medicines, oils, chemicals and electronic goods. Okay. അവിടെ മുംബൈയിൽ കൂടുതലും എന്താണ്? ഫാക്ടറികളാണ്. ഒരുപാട് ഫാക്ടറി എവിടെയുണ്ട്? മുംബൈയിലുണ്ട്. Many factories are working in Mumbai. Which factories? Listen. Most of these are textile factories, textile mills. But in Mumbai, there are many factories are working in Mumbai. Most of these are textile mills. ഒരുപാട് ഫാക്ടറി ഉണ്ട്, പക്ഷെ കൂടുതലും എന്താണ്? ടെക്സ്റ്റൈൽ മിൽസ് ആണ്. തുണി മില്ലുകളാണ് കൂടുതലും മുംബൈയിലുള്ളത്. Then other factories make medicines. മരുന്നുണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ട്. ഓയിൽ ഫാക്ടറി.
Then chemical factory, electronic goods in the factory, ഇതൊക്കെ എവിടെയുണ്ട്? ഡൽഹിയിൽ. There are many factories in Mumbai. Most of these are textile mill. Other factories are also working in Mumbai, such as chemical factory, medicinal factory, electronic goods factory, പിന്നെ oil factory, etc. Okay. മനസ്സിലായോ? ജെവിനെ എന്താ പരിപാടി അവിടെ? ജെവിൻ ജേക്കബ്, are you playing? No, I can see. Yes. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു പറഞ്ഞേ? മുംബൈ is the capital of Maharashtra. പിന്നെ old name of Mumbai is Bombay. Mumbai is situating on the west coast of India. Mumbai faces the Arabian Sea. Many years ago, Mumbai was a group of 7 islands. പിന്നെ Maharashtra government, offices of the Maharashtra government are working in Mumbai. The governor of Maharashtra, chief minister of Maharashtra, other ministers of Maharashtra, all of them living there. Jevin Jacob. Then climate of Mumbai, warm and humid in winter. In summer season warm and humid climate ആണ് അവിടെ. It is not very cold in winters. തണുപ്പ് കാലായാൽ ശൈത്യകാലത്ത് നല്ല തണുപ്പൊന്നും അവിടെ ഇല്ല. പിന്നെ it rains, മഴക്കാലം എപ്പോഴാ? June to September. Rainy season is June to September. പിന്നെ many factories are working in Mumbai. Most of them are textile mills. കൂടുതലും തുണി മില്ലുകളാണ് മുംബൈയിലുള്ളത്. Other factories are medicinal factory, അല്ലേ? പിന്നെ chemical factory, oil factory, last one electronic goods ഉണ്ടാക്കുന്ന factory. These are working in Delhi. Delhi അല്ല, മുംബൈ. ഇത്രയും പോരെ? ബാക്കി നാളെ എടുക്കാം. Who will read the lesson loudly? Siddhant, unmute and read. Yes, കണ്ടു. ജെവിനെ വായിപ്പിക്കാം. വെയിറ്റ് ചെയ്യേ. Please wait there. Siddhant Krishna. Mumbai is the capital of Maharashtra. Earlier it was സിദ്ധാന്തേ വായിച്ചേ. known as Mumbai. The city is situated on the west coast of India. West coast of India. It faces the Arabian Sea. Many Arabian Sea. Years ago, Mumbai was a group of 7 islands. Later means പിന്നീട്. Islands were connected with each other from the city of Mumbai. From the city of Mumbai. Okay, please stop there, മോനെ. എന്താ island എന്ന് പറഞ്ഞാല് സിദ്ധാന്തേ? Island എന്ന് പറഞ്ഞാൽ എന്താ? ദ്വീപ് അല്ലേ? Yes. Jevin, you can read now. Second paragraph. All the important offices of the Maharashtra state government are in Mumbai. The governor, the chief minister, and other ministers live
here Mumbai is also an important port. The Port എന്ന് പറഞ്ഞാൽ climate തുറമുഖം. of the climate of Mumbai is warm and Humid in humid in summers. It is not very cold in winters. It rains heavily from from June to September. June to September. Okay, please stop there. September. Edwin Thomas. Edwin, next paragraph. You can read the next paragraph. There are many factories in Mumbai. Most of these are Most of these are textile mills. Other factories make medicines, oil, chemical, and electronic goods. Mineral oil is found. അത് വേണ്ട അത് എടുത്തില്ലല്ലോ. അടുത്ത പാരഗ്രാഫ്. നെക്സ്റ്റ് അല്ല സോറി ഫസ്റ്റ് പാരഗ്രാഫ്. Mumbai is the capital of Maharashtra. Earlier means മുമ്പ്. Earlier it was known as Mumbai. Bombay. The city is situated on the west coast of India. It faces the Arabian Sea. Many years ago, Mumbai was a group of 7 islands. Islands. S ഇല്ല, S silent ആണ് ട്ടോ. Islands. Later islands were connected with each other to form the city of Mumbai. Okay, good. Then next one, Ajsal. മോനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോനെ. സെക്കൻഡ് പാരഗ്രാഫ് വായിച്ചേ. All the Alan, please. important Hands down, Alan. I will call you. Yes, വായിച്ച മോനെ. all the important office of the Maharashtra state government are Mumbai. The governor, the chief minister, and or other ministers live here. Mumbai is also an Important port. Okay, stop there. Aradhya Prajit. Aradhya. Unmute ചെയ്തേ മോളെ ആരാധ്യ. Yes. Third paragraph. The climate of Mumbai is warm and humid in summers. ആരാധ്യ unmute ആയോ? ആരാധ്യ. Okay, ആരാധ്യക്ക് റേഞ്ച് പ്രോബ്ലം ഉണ്ട് തോന്നുന്നു. Next one, Angel Rose Benjamin.
Angela വായിച്ചേ. The climate of The climate of Mumbai is warm and humid in summers. in summers. It is not very cold in winters. It rains heavily from June to September. There are many factories in Mumbai. Most of these are Textile mills. Textile means തുണി മില്ലുകൾ. Other factories make medicines, oil, chemicals, and Electronic goods. Okay. goods. Okay. Next one ആരാ വായിക്കാ? സെൽന. Okay, സെൽന വായിച്ചു. Mumbai is the capital of Maharashtra. Earlier it was known as Mumbai. The city is situated on the west coast of India. It faces the Arabian Sea. Many years ago, Mumbai was a group of 7 islands. Later, those islands were connected with each other through from in the city of Mumbai. All Okay, the stop there. important Okay, stop there മോളെ. എല്ലാരും വായിപ്പിക്കട്ടെ. കുറേശ്ശെ എല്ലാരും വായിപ്പിക്കാം. Okay, അലൻ മാത്യു. All the important officers of the Maharashtra state of government are in Mumbai. The governor of chief minister and other ministers live here. Mumbai is also an important port. The climate of Mumbai is warm and humid in summer. It is not very cold in winters. It rains heavily September. There are many factories of Mumbai. Most of these are textile mills. Textiles. Okay. Okay, please stop there. Next one, Nihara Rajesh. Nihara, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത മോളെ. ഫസ്റ്റ് മുതൽ. Mumbai is the capital of Maharashtra. Earlier it was connected. Earlier, it was known as Bombay. Bombay. The city situated on the city is situated on of west coast of India. Face Arabian Sea. നിഹാര വായിക്കുന്നുണ്ടോ? റേഞ്ച് ഇല്ലേ മോളെ? ക്ലിയർ ഇല്ല മോളെ നിഹാര, റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നു. നിഹാര രാജേഷ്. ഓക്കെ, ഇനി ആരായിരുന്നു? ഷഹ്മ വി. ഷഹ്മ നിഹാരക്ക് റേഞ്ച് ഇല്ല എന്ന് തോന്നുന്നല്ലേ? നിഹാര രാജേഷ്. റേഞ്ച് ഇല്ലേ മോളെ നിഹാര? കേൾക്കുന്നില്ല? നെറ്റ് പ്രോബ്ലം ഉണ്ട്. ഓക്കെ മോളെ, ഓക്കെ. നെക്സ്റ്റ് വൺ ജോയൽ ജോസഫ്. ജോയൽ ജോസഫ് ഒന്ന് പെട്ടെന്ന് വായിച്ച മോനെ, ഇപ്പൊ ക്ലാസ് കട്ടായി പോകും. ജോയലെ രണ്ടാമത്തെ പാരഗ്രാഫ് വായിച്ചേ. All the important officers of the Maharashtra state government are in Mumbai. The governor, the chief minister, other ministers, other
ministers live here. here. Mumbai is Mumbai is also an important port. port. ജോയലെ നിനക്ക് എന്താടാ പഠിക്കാൻ മടിയുണ്ടല്ലേ? ഇതൊരു ചെറിയ മടിയുണ്ട്, എനിക്കറിയാലോ. ഞാൻ വിളിക്കാട്ടോ വൈകുന്നേരം. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ടൈം കഴിയാനായി. ബാക്കിയുള്ള മക്കളെ അടുത്ത ക്ലാസ്സിൽ വായിപ്പിക്കൂ കേട്ടോ. എല്ലാരെയും വായിപ്പിക്കാം, അടുത്ത ക്ലാസ്സിൽ വായിപ്പിക്കാം. ബൈ ബൈ, സി യു.